ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അങ്ങനെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. കുറേയേറെ ബുക്സ് പൊതിയാനും ഉണ്ട്, അതുപോലെ തന്നെ പ്രോജക്ട്സും ഉണ്ട് കേട്ടോ. അതും ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, EVS 2 മാസം മുമ്പേ തന്നതാണെങ്കിലും നമ്മൾ ഈ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെയാണല്ലോ ഇതൊക്കെ ചെയ്ത് തുടങ്ങുന്നത് തന്നെ. എനിക്ക് വിനീതേട്ടൻ എപ്പോൾ ഫ്രീ ആവുമോ അപ്പോഴും മാത്രമേ ഈ ബുക്സ് പൊതിയാനായാലും പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ 9ാം മാസത്തിലും കൂടെ എത്തി നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട സമയമാണല്ലോ. മാത്രമല്ല ഈ ബുക്സ് പൊതിയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് വരെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്താട്ടോ ഇരിക്കുന്നത്. ഈ ഒരു വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 4 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ 4 ദിവസം കൂടെ ചേർത്ത് ഒരൊറ്റ വ്ളോഗായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ മോൾക്ക് സ്കൂൾ ഓർക്കുന്ന സമയത്ത് വിനീതേട്ടൻ കൂടെ ഇല്ലായിരുന്നു. കാരണം ആ സമയത്ത് ഏട്ടൻ ലീവിലില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഇങ്ങനെ പെൻഷനായി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര എന്താണെന്നല്ല ഒരു സമാധാനമുണ്ട്. എല്ലാത്തിനും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അമ്മേനോ അല്ലെങ്കിൽ അപ്പേനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇരുന്നത്, ഏട്ടൻ ലീവിൽ നാട്ടിലില്ലാത്ത സമയത്തൊക്കെ. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഈ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ, എല്ലാത്തിനും കൂടെ ഒരാളുള്ളപ്പോൾ. ഇത്തവണ നോട്ട്ബുക്സ് പൊതിയാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം നോട്ട്ബുക്സിന് വരെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിന് ഞാൻ ഏകദേശം 2 നോട്ട്ബുക്സ് വേണം. അല്ലാതെ തന്നെ കുറേ എനിക്ക് തോന്നുന്നു ഇത്തവണ കുറച്ച് ബുക്സ് കൂടുതലാണ്. പിന്നെ ചെറിയ ബുക്സാണോ ആയതുകൊണ്ട് തോന്നുന്നു ഏകദേശം ഞങ്ങൾ പൊതിഞ്ഞു വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 16-17 ബുക്സ് പൊതിയാനുണ്ടായിരുന്നു. കുറച്ച് നേരം വിനീതായിട്ട് റെസ്റ്റ് എടുത്തിട്ടാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിയുടെ പുതിയ സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കാരണം ഏട്ടനൊരു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ തൊട്ട് അവൾ വിളിക്കുന്നത് അവൾക്കും ഇങ്ങനത്തെ മോഡലൊരു സ്റ്റഡി ടേബിൾ വേണമെന്ന്. പക്ഷേ ഏട്ടന് വാങ്ങിയത് നല്ല വലുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനായിരുന്നു. കാരണം അത്രയും വലുത് മോൾക്കിപ്പോൾ വേണ്ട. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ചേർത്ത് അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് കിട്ടുമെന്നൊക്കെ അങ്ങനെ നോക്കിയപ്പോഴാട്ടോ ഈ ഒരു സ്റ്റഡി ടേബിൾ കിട്ടി. അത് വലിയൊരു ഉപകാരമായി. കാരണം ഞങ്ങൾക്കായാലും ഇതേപോലെ എന്തെങ്കിലും പ്രോജക്ട്സൊക്കെ ചെയ്യാനായാലും കവറിങ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായി കേട്ടോ. അപ്പോൾ വിനീതേട്ടൻ ടെസ്റ്റെല്ലാം നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് തന്നതിന് ശേഷം നോട്ട്ബുക്സ് പൊതിയാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ ബ്രൗൺ പേപ്പറിൻ്റെ പുറത്തൂടെ ഈ ഒരു വൈറ്റ് കവറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ഇരിക്കുമല്ലോ. കാരണം കുഞ്ഞുങ്ങളല്ലേ. അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ചാട്ടോ കവർ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് നോട്ട്ബുക്സ് ഏകദേശം പകുതിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കാം, സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. ബാക്കി ഞങ്ങൾ 2ാം ദിവസം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ 2ാം ദിവസം വീണ്ടും ബുക്സ് പൊതിയൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പ്രോജക്റ്റ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വിനീതേട്ടൻ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഈ ക്രാഫ്റ്റിൻ്റെയും കളറിങ്ങിൻ്റെ ആളാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് അത് നല്ലപോലെ ഭംഗിയാക്കി എടുക്കും. ഇന്ന് കുറച്ച് വർക്ക്സേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പ്രോജക്ട്സ് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കാരണം വിനീതേട്ടന് എന്തോ ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാനുണ്ട്. കാരണം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഡേ 3ലാണ് ഞങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പ്രോജക്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതൊരു പകുതി ആക്കിയത് തന്നെ. ഏറ്റവും കൂടുതൽ ടഫ് മോളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പ്രോജക്ട്സ് ആയിരുന്നു കേട്ടോ. കാരണം ഇവർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേജസിൽ ഇങ്ങനത്തെ എന്തെങ്കിലും 2-3 വേർഡ്സൊക്കെ എഴുതി അതൊരു വർക്ക് പോലെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പാട് ഫോണിൽ ഇങ്ങനെ കൊടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഈ കോട്ട്സോ പോയംസോ സ്റ്റോറിയോ എന്തോ വേണം എഴുതാം. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റിൽ എഴുതി അതൊരു പ്രോജക്റ്റ് വർക്ക് പോലെ കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ കൊടുക്കാൻ മടിയായതുകൊണ്ട് ഏട്ടൻ്റെ ലാപ്ടോപ്പ് ഞാൻ 1 മണിക്കൂർ പെർമിഷൻ എടുത്തിട്ടാട്ടോ ഞാൻ അതിൽ സെലക്ട് ചെയ്ത് അത് അവൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിരിക്കണം. നല്ല സ്ലോ ആയിട്ടോ എഴുതാൻ. പക്ഷെ എന്നാലും മോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 5 പേജൊക്കെ അവൾ എഴുതി തീർത്തു. ആദ്യം ഞങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കേട്ടോ ചെയ്തു തുടങ്ങിയത്. കാരണം ഏട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിലൊക്കെ ആൾ പുലിയാണ്. കാരണം അതേപോലെ ചെയ്ത് നല്ല പെർഫെക്ഷനോടൊക്കെ ആക്കി തരും കേട്ടോ. ചില സമയത്ത് ഞാൻ ഏട്ടൻ്റെ ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ നടക്കത്തുള്ളൂ. ബാക്കി എഴുതാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ളത് ഞാൻ തന്നെ ചെയ്യാം കേട്ടോ.
കാരണം കുഞ്ഞിയെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം കുറച്ച് ടഫായിരുന്നു കേട്ടോ ഇത്തവണത്തെ പ്രോജക്ട്സൊക്കെ. ഞാൻ തന്നെ നമ്മുടെ ChatGPTയിലൊക്കെ ഇട്ട് കുറേയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഞാൻ അത് മനസ്സിലാക്കി എടുത്തത് തന്നെ. അങ്ങനെ മാത്സ് പ്രോജക്ട്സും ഇംഗ്ലീഷ് പ്രോജക്റ്റും രണ്ടും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മാത്സ് ഏട്ടൻ ക്രാഫ്റ്റ് ആയിരുന്നു കൂടുതൽ, അതുകൊണ്ട് അത് ഏട്ടൻ ക്ലിയറാക്കി തന്നു കേട്ടോ. ബാക്കി ഇംഗ്ലീഷിലും മുഴുവൻ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാനും കുഞ്ഞിയും കൂടെ മാറി മാറി എഴുതി അതെല്ലാം ക്ലിയർ ചെയ്തെടുത്ത കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ദിവസം കൊണ്ട് ഞങ്ങൾ പ്രോജക്ട്സ് എല്ലാം കുറച്ച് അധികം പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി നാളെയാണ്, കാരണം നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമാണല്ലോ. അപ്പം കുറേ ഏറെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാലാമത്തെ ദിവസത്തെ വിശേഷവും നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസത്തെ വിശേഷവും എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ ആക്കാമെന്ന്.